പശ്ചിമേഷ്യയിൽ വീണ്ടും ശുഭസൂചന. അമേരിക്ക-ഇറാൻ സംഘർഷം അവസാനിക്കുന്നതായുള്ള വിവരങ്ങൾ പുറത്തുവരുന്നു. നാളെ ദോഹയിൽ സമാധാന ചർച്ചകൾ നടന്നേക്കുമെന്നാണ് വിവരം. പശ്ചിമേഷ്യൻ മേഖലയിലെ വെടിനിർത്തൽ ധാരണ അനിശ്ചിതത്വത്തിലാക്കിയ ഏറ്റുമുട്ടലുകൾ തുടരുന്നതിനിടെ വീണ്ടും സമാധാനത്തിലേക്കെന്ന് സൂചന. സംഘർഷം ഒഴിവാക്കാൻ ഇരുപക്ഷവും ധാരണയിലെത്തിയതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. നാളെ ഖത്തറിലെ ദോഹയിൽ ഇറാൻ-അമേരിക്ക സമാധാന ചർച്ചകൾ നടന്നേക്കുമെന്നാണ് വിവരം. വെടിനിർത്തലിന് പിന്നാലെ കഴിഞ്ഞ 2 ദിവസമായി തുടരുന്ന കനത്ത സംഘർഷങ്ങൾക്കൊടുവിലാണ് പുതിയ നയതന്ത്ര നീക്കം. ഹോർമുസ് കടലിടുക്കിലെ കപ്പലാക്രമണങ്ങൾക്ക് തിരിച്ചടിയായി ഇറാന്റെ സിരിക്, ഖഷം ദ്വീപുകളിലെ 10 കേന്ദ്രങ്ങളിൽ അമേരിക്ക മിസൈൽ ആക്രമണം നടത്തിയിരുന്നു. ഇതിന് മറുപടിയായി ബഹ്റിനിലെ US 5-ാം കപ്പൽപ്പട താവളത്തിലും കുവൈത്തിലെ വ്യോമതാവളത്തിലും ഇറാൻ ഡ്രോണാക്രമണം നടത്തി. 2 ദിവസമായി നടന്ന സംഘർഷത്തിൽ 8 അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്ക് തകരാർ സംഭവിച്ചു. ഹോർമുസ് കടലിടുക്കിനെ ചൊല്ലിയുള്ള തർക്കങ്ങളിൽ താൽക്കാലിക പരിഹാരത്തിന് വഴി തുറക്കുമ്പോഴും ലെബനനിലെ സാഹചര്യം എന്താകുമെന്നാണ് ആശങ്ക. ഇസ്രയേൽ ലെബനനിൽ വീണ്ടും ആക്രമണം തുടരുകയാണ്. കൂടുതൽ ആക്രമണങ്ങളിലേക്ക് കടക്കാതെ സംഘർഷം ബാധിക്കാത്ത ഗൾഫ് രാജ്യങ്ങളിലേക്ക് അടുത്ത ആഴ്ചയോടെ വിമാന സർവീസുകൾ ചരക്കു നീക്കവും പുനരാരംഭിക്കാനാണ് ഇറാൻ നീക്കം. ഇന്റർനാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.